കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിൻ്റെയും ആത്മയുടെയും ആഭിമുഖ്യത്തിൽ ലാലം ബ്ലോക്കിൽ കിസാൻ ഗോഷ്ഠിയും കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണന മേളയും സംഘടിപ്പിച്ചു. കർഷകർക്ക് നൂതന കാർഷിക സാങ്കേതിക വിദ്യകളും സർക്കാർ പദ്ധതികളും പരിചയപ്പെടുത്തുന്നതിനും കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിപണിയൊരുക്കുന്നതിനുമായിരുന്നു പരിപാടി. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ബിനി ഫിലിപ്പ് സ്വാഗതം ആശംസിച്ചു. ലാലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷയായിരുന്നു. ലാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് പ്ലാക്കൂട്ടം മേള ഉദ്ഘാടനം ചെയ്തു. കൃഷിയെ കൂടുതൽ ലാഭകരവും സുസ്ഥിരവുമാക്കാൻ സർക്കാർ നടപ്പാക്കുന്ന വിവിധ പദ്ധതികൾ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. മേളയുടെ ഭാഗമായി കർഷകർക്കായി വിവിധ വിഷയങ്ങളിൽ വിദഗ്ധരുടെ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചു. അത് ചെയ്യുന്ന ഒരു കർഷകന് സപ്പോർട്ട് കൊടുക്കുകയാണ് ഇതിൽ ചെയ്യുന്നത്. പിന്നെ ഇതിൽ തന്നെ സോളാർ പമ്പ് പറയുന്നുണ്ട്. അതിന് 50% സബ്സിഡി 10,000 രൂപ വരുന്നുണ്ട് സോളാർ പമ്പ്. പിന്നെ അതുകൂടാതെ ഇപ്പോൾ തോട്ടിൽ നിന്നൊക്കെ നമുക്ക് വെള്ളമില്ല, നമ്മുടെ കുളത്തിലേക്ക് വെള്ളം പുറത്തുനിന്ന് കൊണ്ടുവരാനായിട്ട് പൈപ്പ് ലൈൻ അഡീഷണൽ നിങ്ങൾ ഇടുമെന്ന് വെച്ചു. അത് ഈ ട്രിപ്പിന്റെ അല്ലാണ്ട് പൈപ്പ് ലൈൻ വലിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനും ക്ലെയിം ആയിട്ട് കൊണ്ടുവന്നാൽ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് സപ്പോർട്ട് തരും. കാർഷിക യന്ത്രവൽക്കരണവും നൂതന ജലസേചന രീതികളും സംബന്ധിച്ച് കോട്ടയം കാർഷിക വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ വിനയ VS ക്ലാസ് നയിച്ചു. വാഴ പച്ചക്കറി കൃഷിയിലെ ശാസ്ത്രീയ രീതികൾ, കീടരോഗ നിയന്ത്രണം, ഉൽപാദന വർധന മാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് DAF കോണ അഗ്രികൾച്ചറൽ ഓഫീസർ ഡോക്ടർ അലൻ C. ആന്റണി വിഷയാവതരണം നടത്തി. കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ചുള്ള ക്യാമ്പയിനും പരിപാടിയുടെ ഭാഗമായി നടന്നു. കൂടാതെ കർഷകർ തങ്ങളുടെ അനുഭവങ്ങളും കൃഷിരീതികളും പരസ്പരം പങ്കുവയ്ക്കുന്ന സംവേദന പരിപാടിയും നടന്നു. പ്രാദേശിക കർഷകർ ഉത്പാദിപ്പിച്ച കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജിൻസി, അൽഫോൻസ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഭരണങ്ങാനം അഗ്രികൾച്ചർ ഓഫീസർ സലിൻ PR നന്ദി രേഖപ്പെടുത്തി.